നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേസ് ഡെക്സ് വിജയം. ഇന്നലെ രാവിലെയാണ് സ്പേസ് ഡെക്സ് ദൗത്യത്തിലെ ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൈകൊടുത്ത് ഒന്നായി മാറിയത്. വിക്ഷേപണത്തിന് ശേഷമുള്ള 4ാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കൽ ISRO ആയത്. ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ്. ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യം എന്ന നേട്ടത്തിലെത്തിയിരിക്കുന്ന ഇസ്രോ വരാനിരിക്കുന്ന ഇന്ത്യയുടെ സ്വപ്ന ബഹിരാകാശ പദ്ധതികളിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ് പിന്നിട്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. സ്പേസ് ഡെക്സ് ഡോക്കിംഗ് വിജയത്തിൽ ISROയിലെ മുഴുവൻ ശാസ്ത്രജ്ഞരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന 4ാമത്തെ രാജ്യം എന്ന ചരിത്ര നേട്ടത്തിൽ ISROയെ അഭിനന്ദിച്ച് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, ചന്ദ്രയാൻ 4, ഗഗൻയാൻ തുടങ്ങിയ സ്വപ്ന പദ്ധതികൾക്ക് ഈ വിജയം പ്രചോദനമാകുമെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. ബഹിരാകാശ വകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ് ജിതേന്ദ്ര സിംഗ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനാ പ്രവർത്തകർ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പാടി അവസാനിപ്പിച്ചു. കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചതിന് പിന്നാലെയാണ് വാഴ്ത്തുപാട്ട് ആരംഭിച്ചത്. സെക്രട്ടേറിയറ്റിലെ ഇടത് സംഘടനാ പ്രവർത്തകരായ സ്ത്രീകളും പുരുഷന്മാരും അടക്കം 100ഓളം പേർ ചേർന്നാണ് ഗാനം ആലപിച്ചത്. KSRTCയിലെ മുഴുവൻ ജീവനക്കാർക്കും 2024 ഡിസംബർ മാസത്തെ ശമ്പളം വിതരണം ചെയ്തു തുടങ്ങി. സർക്കാരിൽ നിന്നും ആദ്യ ഗഡുവായി ലഭിച്ച 30 കോടി രൂപ ഉപയോഗിച്ചാണ് ശമ്പളം വിതരണം ചെയ്യുന്നത്. തുടർച്ചയായി 5ാമത്തെ മാസമാണ് KSRTCയിലെ ശമ്പളം ഒറ്റത്തവണയായി നൽകുന്നത്. ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുവായി തന്നെ നൽകുമെന്ന് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ അധികാരമേറ്റപ്പോൾ പ്രധാന പ്രഖ്യാപനമായി പറഞ്ഞിരുന്നു. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഒയാസിസ് ബ്രൂവറി അനുവദിച്ച മന്ത്രിസഭാ യോഗ തീരുമാനം വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. പ്രകൃതിയോടും ജനങ്ങളോടും കടുത്ത അപരാധമാണിതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പാരിസ്ഥിതിക പഠനം നടന്നിട്ടുണ്ടോയെന്നും ഒയാസിസിന് മാത്രം എങ്ങനെ അനുമതി കിട്ടിയെന്നും ടെൻഡർ ക്ഷണിച്ചോയെന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു. പ്ലാച്ചിമട സമരം നടത്തിയ ജനങ്ങളാണ് ഇവിടെയെന്ന്, ഇപ്പോൾ അതിനടുത്തായാണ് ബ്രൂവറിക്ക് അനുമതി നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിവരാവകാശ നിയമം സർക്കാരിലേക്ക് പണം വരുത്താനുള്ള മാർഗമായി ഉദ്യോഗസ്ഥർ കാണരുതെന്ന് വിവരാവകാശ കമ്മീഷണർ അബ്ദുൽ ഹക്കീം. വിവരാവകാശ അപേക്ഷകളിൽ 30 ദിവസം കഴിഞ്ഞ് മറുപടി നൽകിയാൽ മതിയെന്ന ധാരണ തെറ്റാണെന്നും ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധവുമുണ്ടെങ്കിൽ വിവരം 48 മണിക്കൂറിനകം നൽകണമെന്നും മറ്റ് അപേക്ഷകളിൽ 5 ദിവസത്തിനകം നടപടി ആരംഭിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി പ്ലാന്റ് അനുവദിച്ചതിൽ അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം. രാജ്യത്തെ പ്രമുഖ മദ്യ ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ മധ്യപ്രദേശ് ആസ്ഥാനമായുള്ള ഒയാസിസ് കൊമേഴ്സ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് പാലക്കാട് കഞ്ചിക്കോട് ബ്രൂവറി പ്ലാന്റ് അനുവദിച്ച മന്ത്രിസഭാ തീരുമാനം അഴിമതിയുടെ ഗന്ധമുള്ളതാണെന്നും ഈ നടപടി അടിയന്തരമായി പിൻവലിക്കണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ MP ആവശ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാഹചര്യം എന്താണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. മന്ത്രിസഭാ തീരുമാനം ദുരൂഹമെന്നും മദ്യ നിർമ്മാണത്തിൻ്റെ പേരിലുള്ള അഴിമതി പ്രതിപക്ഷം അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. രാജ്യത്തെ പ്രമുഖ മദ്യ ഉൽപ്പന്ന നിർമ്മാണ കമ്പനി ഒയാസിസിന് ബ്രൂവറി ലൈസൻസ് അടക്കം അനുവദിച്ച് ടെൻഡർ അടക്കം മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്ന് എക്സൈസ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ അംഗീകരിച്ച കമ്പനിക്കാണ് ടെൻഡർ നൽകിയതെന്നും എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് അനുമതി നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. പ്രദേശത്തും കൃഷിക്കും തൊഴിലവസരങ്ങൾക്കും ഇത് കാരണമാകുമെന്നും എല്ലാ വശങ്ങളും പരിശോധിച്ചാണ് സർക്കാർ തീരുമാനമെന്നും പ്രതിപക്ഷ ആരോപണം സ്വാഭാവികമാണെന്നും MB രാജേഷ് പ്രതികരിച്ചു. ഭാരതപ്പുഴ കാണാനെത്തിയ ഒരു കുടുംബത്തിലെ 4 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ശ്മശാനം കടവിന് സമീപം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് സംഭവം. ചെറുതുരുത്തി ഓടക്കൽ വീട്ടിൽ കബീർ 47, ഭാര്യ ഷാഹിന 35, അവരുടെ മകൾ സാറ 10, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് സനിൽ 12 എന്നിവരാണ് മരിച്ചത്.
എറണാകുളം ചേന്ദമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തി. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വേണു, ഭാര്യ ഉഷ, മകൾ വിനീഷ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. മരുമകൻ ജിതിനാണ് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ. അയൽവാസിയായ ഋതു ജയനാണ് ക്രൂരകൃത്യം നടത്തിയത്. ആക്രമണത്തിന് ശേഷം ബൈക്കിൽ പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതിയെ പോലീസ് പിടികൂടി. അയൽവാസികൾ തമ്മിലുള്ള തർക്കമാണ് കൂട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ഇയാൾ ലഹരിക്കടിമയാണെന്നും സ്ഥിരം കുറ്റവാളിയാണെന്നുമുള്ള വിവരവും പ്രദേശവാസികൾ നൽകുന്നുണ്ട്. വയനാട് പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ കഴിഞ്ഞ് 10 ദിവസമായി ഭീതി പരത്തിയിരുന്ന കടുവ ഒടുവിൽ കൂട്ടിലായി. ഇന്നലെ രാത്രിയോടെയായിരുന്നു ദേവർഗദ്ദയിലെ കൂട്ടിൽ കടുവ കുടുങ്ങിയത്. കടുവ എത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ കണക്കാക്കി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിരുന്ന കൂടുകളിൽ ഒന്നിൽ തന്നെയാണ് കടുവ കുടുങ്ങിയത്. നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ പോസ്റ്റ്മോർട്ടത്തിന് പിന്നാലെ പ്രതികരണവുമായി മകൻ സനന്ദൻ. പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ അസ്വാഭാവികതയില്ലെന്നാണ് പറയുന്നതെന്നും തങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വ്യക്തമാണെന്നും സമാധി പൊളിച്ചതിൽ വളരെയധികം വിഷമമുണ്ടെന്നും മകൻ സനന്ദൻ പറഞ്ഞു. നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ മരണത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരണമെന്ന് 3 പരിശോധനാ ഫലങ്ങൾ നിർണായകമാണെന്ന് ഡോക്ടർമാരുടെ വെളിപ്പെടുത്തൽ. സമാധി സ്ഥലത്ത് വെച്ച് ശ്വാസകോശത്തിൽ ഭസ്മം കടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഭസ്മം ശ്വാസകോശത്തിൽ കടന്നിട്ടുണ്ടെങ്കിൽ അത് ശ്വാസം മുട്ടുന്നതിന് കാരണമായേക്കാം. ഇതിൻ്റെ ഫലമായി ഹൃദയാഘാതമുണ്ടായോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ശ്വാസകോശത്തിലെ സ്രവം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കി. നെയ്യാറ്റിൻകര ഗോപൻസ്വാമിയുടെ മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്ന് ഫോറൻസിക് സംഘം. ഗോപൻസ്വാമിയുടെ മൃതദേഹത്തിൽ ക്ഷതങ്ങളോ മുറിവുകളോ ഇല്ല. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ കൃത്യമായി മരണകാരണം പറയാൻ കഴിയൂ എന്നാണ് ഡോക്ടർമാർ തന്നെ പോലീസിനെ അറിയിച്ചത്. വ്യവസായി ബോബി ചൊമ്മണ്ണൂരിന് കാക്കനാട്ട് ജയിലിൽ VIP പരിഗണന നൽകിയ സംഭവത്തിൽ ജയിൽ വകുപ്പിലെ മധ്യമേഖലാ DIGP അജയകുമാറിനെ ശാസിച്ച് ജയിൽ മേധാവിയായ ADGP. ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് ശാസന. കാക്കനാട്ട് എറണാകുളം ജില്ലാ ജയിലിലെത്തിയാണ് മധ്യമേഖലാ DIG അജയകുമാർ ബോബി ചൊമ്മണ്ണൂരിനെ കണ്ടത്. സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ജയിൽ മേധാവി ഇന്ന് റിപ്പോർട്ട് നൽകും. സമരത്തിനിടെ പോലീസ് മർദ്ദനത്തിൽ ഗുരുതര പരിക്കേറ്റ് വനിതാ നേതാവിനുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ പേരിൽ ആലപ്പുഴ യൂത്ത് കോൺഗ്രസിൽ ഫേസ്ബുക്ക് പോര്. ആലപ്പുഴ കളക്ട്രേറ്റ് മാർച്ചിൽ മർദ്ദനമേറ്റ മേഘ രഞ്ജിത്തിന് 8 ലക്ഷം രൂപ സഹായം നൽകിയെന്ന അരിത ബാബുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പരാമർശത്തിനെതിരെ മേഘ തന്നെ രംഗത്തെത്തിയതോടെയാണ് സംഭവം വിവാദമായത്. ഈ തുക തനിക്ക് കൈമാറാതെ ആരാണ് കൈപ്പറ്റിയത് എന്നായിരുന്നു പോസ്റ്റിന് താഴെ മേഘയുടെ കമൻറ്റ്. അതേസമയം യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ആകാശ് താഴ്ശ്ശേരി മേഘയ്ക്ക് ലഭിച്ച തുകയുടെ കണക്ക് നിരത്തിയാണ് മേഘയ്ക്ക് ഫേസ്ബുക്കിൽ ആകാശ് മറുപടി നൽകിയത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.